ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ ചെമ്പന്തിപ്പൂവിൽ അങ്ങനെ അച്ചമ്മേനെ സച്ചി ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, സച്ചിയോട് ഉപദേശങ്ങൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. രേവതിയുടെ കുടുംബത്തിനെ നോക്കണം, രേവതിയുടെ വീട്ടിലൊരു അച്ഛനില്ലാത്ത കുടുംബമാണ്, നീ അവരുടെ തുണയാവണം, നീ അവരുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന അച്ചമ്മയുടെ ഉപദേശം കേട്ടിട്ട് സച്ചി പറയണം, ഞാൻ ഉണ്ടാവും അമ്മേ, അച്ചമ്മേ, എനിക്കറിയാലോ അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല എന്ന്. അച്ചമ്മ നോക്കിക്കോ, ദേവുവിൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ചെറുക്കനെ കൊണ്ടുവന്ന് ഞാൻ അവളുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കുമെന്ന് പറയും. അപ്പം അച്ഛമ്മ പറയും, എനിക്കറിയാടെ മോനെ, കാര്യം എല്ലാവരോടും സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ വഴക്കൂടി നടന്നാലും കൂടപ്പിറപ്പുകളെ കുറിച്ച് കരുതലുള്ളവനെ നീയെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയണം. അങ്ങനെ അച്ചമ്മേനെ യാത്രയാക്കിയിട്ട് തിരിച്ചു വരികയാണ് സച്ചി. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ആർഭാടായിട്ട് ആഘോഷിക്കണ ചിരിച്ചുല്ലസിക്കുന്ന രണ്ടുപേരുണ്ട്. വേറെ ആരുമല്ല, ചന്ദ്രമതി ശ്രുതിയാണ്. അവർക്ക് എത്ര ചിരിച്ചിട്ടും ചിരി മതിയാവുന്നില്ല. ശ്രുതി പറയണം, എൻ്റെ അമ്മ ഇത്രയും മണ്ടനും മണ്ടിയാണ് അവർ, ഞാൻ വിചാരിച്ചു നമ്മുടെ കള്ളത്തരം അവർ കണ്ടുപിടിക്കുന്നു, പക്ഷെ അവർ കണ്ടുപിടിച്ചില്ല. അച്ചമ്മയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അമ്മയെ നമ്മൾ രക്ഷപ്പെട്ടമ്മേ, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആർമാദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ചന്ദ്രമതി പറയാണ്, സത്യയുടെ ആദ്യമായിട്ടാണ് നമ്മളൊരു കള്ളത്തരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാനത് അമ്മ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചു, ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് അമ്മ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അമ്മ അത് കണ്ടുപിടിച്ചില്ല. എന്തായാലും അച്ചമ്മ തിരിച്ചു പോയില്ലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അമ്മ. ഇനിയിപ്പോൾ അതുമ്മിലൊരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകണില്ല. ഇനിയിപ്പോൾ അത് എന്തായാലും ആർക്കും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ രേവതി അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷനെ ഇടുള്ളൂ, അതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അമ്മേ, അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടൂലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിച്ചുല്ലസിക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതിയും കൂടിയിട്ട്. അത് കഴിഞ്ഞു ശ്രുതി ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. ശ്രുതിയും കൂടി ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ കഥാനായകൻ്റെ മാസ് എൻട്രി. സച്ചിയുടെ കാറ് വന്ന് ചന്ദ്രോദയത്തിൻ്റെ മുറ്റത്ത് നിൽക്കണു. സച്ചി അങ്ങനെ കയറി വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ജോലിക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ എവിടേക്കാണ് ചോദിക്കുമ്പോൾ ഷോപ്പ് തുറക്കാൻ പോകാമെന്ന് പറയാം. പോവാൻ വരട്ടെ പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞാൽ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി പറയും. എന്നിട്ട് സച്ചി വാതിലടച്ചിട്ട് കുറ്റിയിടാണ്. ഇവനെന്താ ഇങ്ങനെ, നീ മാറാൻ, ഞങ്ങൾക്ക് കട തുറക്കണം, നേരത്തെ കാലത്തും കട തുറക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും ശ്രുതി. ഞാൻ സംസാരിച്ചിട്ട് അതിനൊരു തീരുമാനം ഉണ്ടിട്ട് നിങ്ങളിന്ന് കടയിലേക്ക് പോയാൽ മതി, അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് സച്ചി അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പോൾ രേവതി വന്നു, ചന്ദ്രമതി രവീന്ദ്രനും വന്നു, വർഷി ശ്രീകാന്ത് വന്നു, എല്ലാവരും വന്നു. അപ്പോൾ ചന്ദ്രമതി ചോദിക്കേണ്ടത്, എന്താ രവേട്ട രാവിലെ തന്നെ ഇവൻ എന്തിനുള്ള പുറപ്പാട്, അവൻ രാവിലെ തന്നെ തുടങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുക, എന്താണോ ചോദിക്കുമ്പോൾ അവൻ പറയും, സച്ചി പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛാ, 2 ദിവസമായി ഇതെൻ്റെ മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ അച്ഛമ്മ പോട്ടെ എന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇരുന്നത്, എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛനോട് പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ, അച്ചമ്മയ്ക്ക് പിറന്നാളിന് സമ്മാനം കൊടുക്കുക, ഒരു സ്വർണ്ണമാല മേടിക്കാൻ വേണ്ടി ഞാനും രേവതിയും കൂടിയിട്ട് ഒരു ജ്വല്ലറിയിലേക്ക് പോയിരുന്നു. അതായത് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ട് അച്ചമ്മയ്ക്ക് സ്വർണ്ണമാല മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ പോലീസ് പിടിയിലാവാഞ്ഞത് ഭാഗ്യം, ഞങ്ങളെ പോലീസിൽ ഏൽപ്പിക്കാൻ തുടങ്ങി എന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക, എന്താണ് ഉണ്ടായി ചോദിക്കുമ്പോൾ രേവതി പറയും, അച്ചമ്മയ്ക്ക് ഒരു മാല മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ. അപ്പോൾ രവീന്ദ്രൻ പറയാം, അതെനിക്ക് മനസ്സിലായിരുന്നു, നിങ്ങൾ സ്വർണം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ മനസ്സിലെന്തോ പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും രവീന്ദ്രൻ. അപ്പോൾ രേവതി പറയും, ഞങ്ങളങ്ങനെ ജ്വല്ലറിയിൽ പോയിട്ട് അച്ചമ്മയ്ക്കൊരു മാലയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഈ മാല എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോഴാണ് അറിയുന്നത് അത് സ്വർണ്ണാഭരണങ്ങളല്ല, ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന്. ഗോൾഡ് കവറിങ് ആഭരണങ്ങളോ ചോദിക്കും രവീന്ദ്രൻ. അതെ അച്ഛാ, അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരുന്നു, ഞങ്ങളെ പോലീസിൽ ഏൽപ്പിക്കാൻ തുടങ്ങിയതായിരുന്നു അവർ. പിന്നെ രേവതീനെ അറിയുന്ന കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. എനിക്കറിയണം അച്ഛാ ഇതിൻ്റെ സത്യാവസ്ഥ, ഇതാരിവിടെ കൊണ്ടുവന്ന് വെച്ച്, എങ്ങനെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ രേവതിക്ക് അച്ചമ്മ കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ മാറ്റപ്പെട്ടു, എവിടെയാണ് ചതി നടന്നതെന്ന് എനിക്ക് അറിയണമെന്ന് പറയണം. അപ്പോൾ ആകെ പരിങ്ങാണ് കിടന്നിട്ട് ചന്ദ്രയും ശ്രുതിട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാം, അതിപ്പോൾ എങ്ങനെ സംഭവിക്കാനാ, രേവതി എടുത്തിട്ട് ആഭരണങ്ങൾ എങ്ങനെ മാറാനാ, ഒരു ചാൻസും ഇല്ലല്ലോ എന്ന് പറയാണ്. ഉണ്ടടാ ശ്രീകാന്തേ, 2 ദിവസമായി. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്നിട്ട് എന്താ നിങ്ങളിത് അപ്പം പറയാൻ? അപ്പോൾ രേവതി പറയും, ഞാനാണ് അച്ഛ പറയണ്ടെന്ന് പറഞ്ഞത്, കാരണം അച്ഛമ്മ അത്രയും സന്തോഷിച്ചിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതല്ലേ, അച്ഛമ്മയുടെ പിറന്നാളിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ ഒരു സന്തോഷം ഇല്ലാണ്ടാക്കേണ്ട, അച്ഛമ്മ പോട്ടെ എന്ന് സച്ചേട്ടനോട് പറഞ്ഞത് ഞാനാണെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയാം, അച്ഛാ വെറുതെ ആവശ്യമില്ലാതെ മെനക്കെടുത്തിട്ട് ഞങ്ങളുടെ സമയം മെനക്കെടുത്ത്, എനിക്ക് ഷോപ്പ് ഓപ്പണാക്കാൻ വൈകിട്ട് അച്ഛാ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവാൻ നിൽക്കണം നേരത്ത് രവീന്ദ്രൻ പറയും, പോവാൻ വരട്ടെ, നീ ഇന്ന് ഷോപ്പ് തുറക്കണ്ട, അതിലൊരു തീരുമാനമായിട്ട് ഷോപ്പ് തുറന്നാൽ മതി പറയും രവീന്ദ്രൻ. എന്തൊരു കഷ്ടം അതേ പറയും. അപ്പോൾ ശ്രുതി, ഇവൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായാലും ഞങ്ങൾ എന്ത് പഴച്ചു എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ ചന്ദ്രമതിയോട് പറയും, സച്ചി അമ്മയുടെ കയ്യിലാണ് രേവതി സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, അപ്പോൾ അതെങ്ങനെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്ര ഇതിന് ഉത്തരം പറയേണ്ടത് നീയാന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, ഞാനെന്തിനു പറയണം, എനിക്കത് തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി സ്വർണ്ണാഭരണങ്ങൾ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അവൾ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് സ്വർണ്ണാഭരണങ്ങളായിരിക്കില്ല, ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഒരിക്കലും സംഭവിക്കില്ല, അച്ഛമ്മ സ്വർണ്ണാഭരണങ്ങളാണ് രേവതിക്ക് എടുത്തു കൊടുത്തത്, അതൊരിക്കലും ഗോൾഡ് കവറിങ് ആഭരണങ്ങളല്ലായിരുന്നു, രേവതി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതും ഗോൾഡ് കവറിങ് ആഭരണങ്ങളല്ല. അപ്പോൾ രേവതി പറയും, അല്ല, ഞാൻ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് അമ്മേനെ ഏൽപ്പിച്ചത് പറയും. നീ അത് പറയല്ലേ, ചിലപ്പോൾ അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിരുന്നെങ്കിലോ ഇനി അപ്പോൾ സച്ചി പറയും, എൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു, എനിക്കത് അറിയണം അച്ഛാ പറയുമ്പോൾ, ഇതിനൊരു തീരുമാനമാവാതെ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയാം, ഇതിപ്പോൾ ഇവിടുന്ന് നഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ, ഇതിപ്പോൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഇപ്പോൾ അവളുടെ വീട്ടിൽ നിന്നല്ലേ സ്വർണ്ണാഭരണങ്ങൾ കൊടുന്ന്, അവളെ ഇടയ്ക്കിടയ്ക്ക് അമ്മ വീട്ടിൽ പോകാറുണ്ടല്ലോ, അവരായിക്കൂടെ ഈ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയിട്ട് അവിടെ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വെച്ച് പറയുമ്പോൾ രേവതി പറയും, അമ്മേ എൻ്റെ വീട്ടുകാരെ വെറുതെ ഇതിലേക്ക് വലിച്ചയക്കണ്ട, ഞങ്ങളെ പാവങ്ങളുള്ളതുകൊണ്ട് ജീവിക്കണവരാ, പക്ഷേ ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുതൽ കട്ടിട്ടൊന്നും ജീവിക്കണവരല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളുള്ള അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണവരാന്ന് പറയും. അതിപ്പോൾ ആർക്കറിയാം എന്താ ഉണ്ടാക്കണം, നീ എപ്പോഴും നിൻ്റെ വീട്ടുകാരെ ന്യായീകരിച്ചല്ലേ പറയൂ, ചിലപ്പോൾ നീ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, നീ പോലും അറിയാതെ നിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് അവർ പകരം അതേപോലത്തെ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വെച്ചിട്ടുള്ളതാണെങ്കിലോ, അമ്മയോട് ഞാൻ പറഞ്ഞു ഇതിലേക്ക് എൻ്റെ വീട്ടുകാരെ വലിച്ചഴിക്കരുതെന്ന്, അമ്മ ആവശ്യമില്ലാത്ത സംസാരിക്കരുത് പറയും രേവതി. അപ്പോൾ സച്ചി പറയും, രേവതിയുടെ വീട്ടുകാർ ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരത് ചെയ്യൂല എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക, എങ്ങനെ വിശ്വസിക്കും, ഇവർ തന്നെയാണ് എന്തെങ്കിലും ആവശ്യത്തിൻ്റെ അടുത്തൽ പോട്ടെ, നിൻ്റെ അമ്മയും അനിയത്തിയും പോട്ടെ, അവിടെ ഒരു കള്ളനുണ്ടല്ലോ പണ്ട് പോലീസ് മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്തൊരു പ്രതി, അവനായിക്കൂടെ നിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് അവിടെ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വെച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പം രേവതി ഒന്നും മിണ്ടില്ല. അപ്പോൾ രേവതിക്ക് ഉത്തരം മുട്ടാണ്. അപ്പോൾ സച്ചി പറയും, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല, രേവതിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ നടന്നിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പ്, ഇത് ഇവിടുന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഒരു കള്ളൻ, അച്ഛൻ്റെ പൈസ എടുത്ത് ഓടിപ്പോയവൻ, അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് ഓടിപ്പോയവൻ, പലതരം കള്ളത്തരം കാണിച്ചിട്ടുള്ളവൻ, അവനായിക്കൂടെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, സച്ചി ആവശ്യമില്ലാതെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല, എൻ്റെ ശ്രുതിനെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്, ശ്രുതി എടുത്തേക്കണത് നിനക്ക് എന്താ തെളിവുള്ളത്, വെറുതെ എന്തിനാ ശ്രുതിയുടെ മേതയ്ക്ക് കുതിര കയറാൻ വരണതെന്ന് ചോദിക്കുകയാണ് ശ്രുതി. അല്ല, എനിക്ക് ആരും വിശ്വാസമില്ല, എനിക്ക് ഇതിൻ്റെ ഉത്തരം ഇവിടുന്ന് കിട്ടണം എന്ന് പറയുകയാണ് സച്ചി. അപ്പോൾ വീണ്ടും പറയാം ചന്ദ്രമതി, അതിന് ഉത്തരം കിട്ടാനുള്ളത് തന്നെ എന്താ കുഴപ്പം, അത് തന്നെയല്ലേ ഉത്തരം, അവളുടെ വീട്ടിൽ നിന്ന് പോയി അവളുടെ വീട്ടുകാരത് എടുത്തു. അപ്പോൾ രേവതി പറയും, അമ്മേ വീണ്ടും ഞാൻ പറയാം, ഇനി എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ അവർക്ക് ഇതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല, ഇപ്പം ഇങ്ങനെയായ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതാക്കല്ലേ അമ്മേ എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്തും വർഷയും പറയും, രേവതി എടുത്തിട്ട് വീട്ടുകാരത് എന്തിനെടുക്കണം. അപ്പോൾ വർഷ പറയും, അങ്കിളെ ഇതേ ആൻറ്റി ലോജിസ്റ്റിക്സ് ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്കിൾ ഒരു കാര്യം ചെയ്യും, പോലീസിനെ വിളിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു തീരുമാനമാവുമല്ലോ, പോലീസ് വരട്ടെ, പോലീസ് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു തീരുമാനമാവും എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടിയിട്ട്, എന്തിനാ പോലീസിനെ വിളിക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താ ശ്രുതിയേട്ടനൊരു ടെൻഷൻ പോലെ, ശ്രുതിയേട്ടൻ എന്തിനാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ടെൻഷൻ അടിക്കണേ, പോലീസ് വരട്ടെ അപ്പോൾ സത്യങ്ങൾ പുറത്തു വരില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും, അല്ല പോലീസിനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്, പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് അഭിമാനമൊക്കെ എന്താവും, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ട് ശ്രുതി കടന്നിട്ട് ഉരുളാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, പോലീസിനൊന്നും വിളിക്കണ്ട, എന്തിനാ വെറുതെ നമ്മുടെ കുടുംബ പ്രശ്നം നാട്ടുകാരെയും കൂടി അറിയിച്ച് നാണം കെടാൻ നിൽക്കണത് എന്ന് പറയണ രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറയാം, എന്തായാലും ഞാൻ ഈ സത്യം കണ്ടുപിടിക്കാം, പോലീസിനൊന്നും വിളിക്കണ്ട, പോലീസിനെ വിളിക്കാതെ തന്നെ സച്ചിക്ക് രഹസ്യം കണ്ടുപിടിക്കാനറിയാം, അച്ഛൻ നോക്കിക്കോ, 4-5 ദിവസത്തിനുള്ളിൽ ഈ സംഭവം നടന്നിട്ടുള്ളത് ആരാണോ ആ കള്ളനെ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. അച്ഛൻ്റെ സച്ചിയെ പറയുന്നത്, ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അത് കഴിഞ്ഞിട്ട് ശ്രുതി ജോലിക്ക് പോകാതെ വേഗം ചന്ദ്രമതിനെയും കൂട്ടി അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നിട്ട് പറയാണ്, എൻ്റെ അമ്മേ ഞാൻ ആകെ പെട്ടു, എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചമ്മേ, ഞാൻ പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിച്ചത് അമ്മ ആ സമയത്ത് അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അമ്മ എത്ര തന്ത്രപരമായിട്ടാണ് കുരുക്കുന്നതിനെ രക്ഷിച്ചത്, അമ്മയുടെ ബുദ്ധി ബ്രില്യൻ്റാണ് അമ്മ ബ്രില്യൻ്റാണ്, ഞാൻ സമ്മതിച്ചു, കൈക്കൂട് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കൈ പിടിച്ചിട്ട് ഷെയ്ക്കൻഡ് കൊടുക്കാൻ തുടങ്ങുകയാണ് ശ്രുതി. ആ സമയത്ത് ചന്ദ്രമതി, വിടടാ, നീ 7 ഡിഗ്രി എടുത്തത് പഠിച്ചിട്ട് തന്നെയാണോടാ, എനിക്കിപ്പോൾ സംശയം, ഇത്രയും മണ്ടനായ നിന്നെ എനിക്കെൻ്റെ മോനായിട്ട് കിട്ടിയില്ലോ ദൈവമേ. അപ്പോൾ ശ്രുതി പറയണം, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണം, ഇനിയിപ്പോൾ എന്തായാലും ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയില്ല, അമ്മയുടെ ഉത്തരത്തിൽ നമ്മളെ സംശയിക്കേണ്ട യാതൊരു വിധതും ഇല്ലാണ്ടേ, എന്തായാലും ഇനി നമ്മളേനെ ആരും സംശയിക്കില്ല അമ്മേ,
പേടിക്കാനൊന്നുമില്ല അമ്മ, ഇനിയിപ്പോൾ നമ്മുടെ മേത്തേക്ക് യാതൊരുവിധ സംശയവും വരില്ല എന്നൊക്കെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അപ്പോൾ ചന്ദ്രമതി പറയാം, എൻ്റെ ദൈവമേ, ഇത്രയും ഒരു ഭൂലോക മണ്ടനെയാണല്ലോ എനിക്ക് മകനായിട്ട് കിട്ടിയത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഇത്രയും മണ്ടനായിട്ടുള്ള ഒരാളെനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നീ എങ്ങനെയാടാ ഇത്രയും മണ്ടനായി എന്നൊക്കെ ചോദിക്കുകയാണ്. കടന്നു പോ എൻ്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ചീത്ത പറയാണ്. ഇനി മേലെ നീ ഇത്ര മണ്ടത്തരങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ വന്നു പോരുത് എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയും, എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ചീത്ത പറയണേ? എന്തിനാ ചീത്ത പറയണമെന്നോ? സച്ചിയാണ് രഹസ്യം കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കണ ആൾ. സച്ചി അത് കണ്ടുപിടിച്ചിരിക്കും. സച്ചി 5 ദിവസത്തെ സമയം പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ സച്ചി അത് കണ്ടുപിടിച്ചിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ അവൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശ്രുതിച്ചൊക്കെ, അയ്യോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമേ? ഒന്നും ചെയ്യാനില്ല. അവളുടെ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾക്ക് പകരം അതേപോലുള്ള സ്വർണ്ണാഭരണങ്ങൾ അവിടെ കൊടുന്ന് വെക്കണം. സ്വർണ്ണാഭരണങ്ങൾ കൊടുന്ന് വെക്കാനോ? ദൈവമേ, അതിന് ഇനി 5 ലക്ഷം രൂപയിലും കൂടുതൽ വേണ്ടി വരില്ലേ? എവിടെ നിന്ന് നീ കാശുണ്ടാക്കിയാലും വേണ്ടില്ല. രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ അവിടെ എത്തിയിരിക്കണം. അവർ കള്ളനെ കണ്ടുപിടിക്കുന്നതിനാട്ടിലും മുന്നേ അവർ 5 ദിവസത്തെ അവധി പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് എവിടെ നിന്നായാലും നീ പൈസ ഉണ്ടാക്കിയിട്ട് നീ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ, ആ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ പോലുള്ള സ്വർണ്ണാഭരണങ്ങൾ തന്നെ നീ മേടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. അത് വെച്ചേ പറ്റൂ ശ്രുതി, അല്ലാണ്ട് യാതൊരുവിധ എക്സ്ക്യൂസും ഇല്ല. നീ അത് കൊടുന്ന് വെച്ചേ പറ്റൂ, നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവനോട് ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ സച്ചി പറയാണ് ശ്രുതി പറയാണ് തനിയിരുന്നിട്ട്, ദൈവമേ പെട്ടല്ലോ, ഇനിയിപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാൻ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ വീണ്ടും കുരുക്കിലായല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്